കണ്ണാ, നിനക്ക് എന്താന്ന് കഴിക്കാൻ വേണ്ടത്? എന്ത് ബിരിയാണിയാ? ഫിഷ് ബിരിയാണി. ഓക്കെ, എന്നാൽ ഞാനിപ്പോൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കി തരാം. ഓക്കെ. അപ്പം എന്താ മോള് പറഞ്ഞ പോലെ ബിരിയാണി ഉണ്ടാക്കാൻ തന്നെ വിചാരിച്ചു. ഒരു ഐക്കോറ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഐക്കോറ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ച് അതിലേക്ക് ഉള്ള മസാലകൾ തയ്യാറാക്കി. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നല്ലതുപോലെ ഫിഷിൽ പരട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. എന്നിട്ട് ഞാൻ അരി എടുത്തു. അരി ഒരു 5 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മസാലയിലേക്ക് വേണ്ട ഫിഷ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പാനിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫിഷ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ സെറ്റാക്കാം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പച്ചമുളകും പെരുംജീരകവും ഇട്ടിട്ടുണ്ട്. ഉള്ളി മുറിച്ചു, തക്കാളി മുറിച്ച് മാറ്റി വെച്ചു. ഫിഷ് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് റൈസ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചു. കുക്കർ അടുപ്പത്ത് വെച്ചപ്പോഴേക്കും അതാ വരുന്നുണ്ട് ആമി. മിമ്മി തീർന്നു കേട്ടോ. ആമിക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് കൊടുത്തതിന് ശേഷം പിന്നെയും വന്ന് ചോദിക്കുക എൻ്റെ അടുത്ത് മീമി 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 എന്നും പറഞ്ഞിട്ട്. അവളെ ഞാൻ ഒഴിവാക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. അങ്ങനെ അവൾ പോയതിന് ശേഷമാണ് ഞാൻ ബാക്കി റൈസ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഞാൻ ഡാൽഡ ഒഴിച്ചതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ എല്ലാം ഇട്ടു. എന്നിട്ട് ഞാൻ അരി ഇട്ടു. അരി നല്ലതുപോലെ കുറച്ച് നേരം വഴറ്റി. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് കുക്കറിൽ ഒഴിക്കാറ്. ഞാൻ തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ടുണ്ട്. പിന്നെ റൈസിന് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഫിഷ് ഫ്രൈ ചെയ്ത് ഓയിലും ലേശം ഒഴിക്കുന്നുണ്ട്. ഞാൻ ഒരു വിസിലാണ് വെച്ചത്. റൈസ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അത് പതുക്കെ ഇളക്കി മാറ്റി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി മസാല ഉണ്ടാക്കാം. ആ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആ കുക്കർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫിഷ് ഫ്രൈ ചെയ്ത എണ്ണ ഒഴിച്ചു. എന്നിട്ട് ഉള്ളി ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റി. ഉള്ളി ഒരു പാകമായി വരുന്ന സമയത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പെരുംജീരകം ഒക്കെ കൂടെ ചതച്ച് വെച്ച പേസ്റ്റും ഇട്ടു. അതും നല്ലതുപോലെ ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ബിരിയാണി മസാല. ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു അളവിനാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. എല്ലാവർക്കും ഒരേ അളവായിക്കൊള്ളണമെന്നില്ല. ഇതൊരു ഈസി പീസി ബിരിയാണിയാണേ. മസാലയൊക്കെ ചേർത്തൊന്ന് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഞാൻ തക്കാളി ഇട്ടു. തക്കാളിയും അതുപോലെ നല്ലതുപോലെ വഴറ്റി. എന്നിട്ട് അതിലേക്ക് തൈര് ഒഴിച്ചു. നല്ലതുപോലെ വഴറ്റി വെച്ചു. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു. അതായത് ആ മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി. ഇനി ഇതിലേക്ക് മല്ലിച്ചെപ്പും പുതിനയും ഇട്ടിട്ട് നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് ഫിഷ് ഫ്രൈ അടുക്കി വയ്ക്കാം. അതിനുശേഷം അതിന് മുകളിലേക്ക് റൈസ് ഇട്ട് നല്ലതുപോലെ ഇളക്കി വയ്ക്കുക. പിന്നെ കുറച്ച് ബിരിയാണി മസാല ഇടുക. പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെയും നമുക്ക് ഫിഷ് ഫ്രൈ വയ്ക്കാം. അങ്ങനെ അത് മുഴുവനും ദമ്മിടാൻ വേണ്ടിയിട്ട് കുക്കറിൽ സെറ്റാക്കി വെച്ചു. ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നേരം ദമ്മിട്ടതിന് ശേഷം തുറന്ന് കഴിഞ്ഞാൽ നല്ല അസല ഫിഷ് ബിരിയാണി റെഡിയായി കിട്ടി. ഇനി റൈസും മസാലയും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. റൈസ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ റൈസ് നല്ലതുപോലെ ഇളക്കി കഴിഞ്ഞാൽ ആ
ഫ്ലേവറുകളൊക്കെ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ടാവും റൈസിലേക്ക്. മസാല വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഫിഷ് വേണമെങ്കിൽ നമുക്ക് ആദ്യം സെപ്പറേറ്റാക്കി മാറ്റി വെച്ചിട്ട് മസാല എടുക്കാം, അല്ലെങ്കിൽ ഫിഷ് ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ എനിക്ക് ഫിഷ് പൊട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനത് ആദ്യം മാറ്റി വെച്ചു. എന്നിട്ട് മസാല നല്ലതുപോലെ ഇളക്കി, എന്നിട്ട് ഫിഷ് അതിലേക്ക് തന്നെ വെച്ചു. ഈ കണ്ണന് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഇതാ എൻ്റെ ഫിഷ് ബിരിയാണി. ടേസ്റ്റ് ഉണ്ടോ?